ബംഗ്ലാദേശിനെ അരാക്കൻ ആർമി ആക്രമിച്ച വാർത്ത നമ്മുടെ എല്ലാ മാധ്യമങ്ങളും മുക്കിയിരിക്കുകയാണ്. ABC ആണ് ഇന്നലെ ആ വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്താണ് പുതിയ വിശേഷങ്ങൾ എന്നുള്ളത്. പുതിയ വിശേഷങ്ങളുണ്ട്. ഒന്ന്, ബംഗ്ലാദേശിൽ വ്യാപകമായ അതിർത്തിയിൽ വെടിയൊച്ചകൾ കേൾക്കുന്നുവെന്ന് ഇൻ്റർനാഷണൽ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശ് അധികൃതർ നാഫ് നദിയിലൂടെയുള്ള യാത്ര വിലക്കിയിട്ടുണ്ട്. അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ്. സെൻറ്റ് മാർട്ടിൻ ദ്വീപിലേക്കുള്ള ബോട്ട് സർവീസും നിർത്തിവെച്ചു. പിന്നെ കേൾക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഇതേ സമയത്ത് തന്നെ, അതായത് ടെക്നാഫ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ബംഗ്ലാദേശിലേക്ക് മ്യാൻമറിൽ നിന്ന് ഓടി വന്ന റോഹിംഗ്യൻ സാൽവേഷൻ ആർമി എന്ന് പറഞ്ഞൊരു ആർമി ഉണ്ടാക്കി മുസ്ലിം തീവ്രവാദികൾ അവിടുത്തെ ബുദ്ധമതക്കാരെ ആക്രമിച്ചപ്പോഴാണ് ബുദ്ധമതക്കാരായ ബുദ്ധമതക്കാരായ അരാക്കൻസ് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി അരാക്കൻ ആർമി ഉണ്ടാക്കിയത് 2009. അവരവസാനം ഈ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെ മുഴുവൻ അവിടെ നിന്ന് ഓടിച്ചു. അവർ വന്ന് ഈ ടെക്നാഫ് മേഖലയിലാണ് താമസിക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ അരാക്കൻ ആർമി വരുന്നത്. അതുകൂടാതെ വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയ കാര്യം എന്തെന്നറിയാം സാർ, അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ബംഗ്ലാദേശിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതേ പണി അരാക്കൻസ് ഇവരുടെ മേഖലയിൽ, രഖൈൻ മേഖലയിൽ ബാക്കിയുള്ള റോഹിംഗ്യൻസോട് ചെയ്യുകയാണ്. അവരെ ഓടിക്കുകയാണ്. ഓടിച്ചാൽ ഇപ്പോൾ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് 5 ലക്ഷത്തോളം റോഹിംഗ്യൻ മുസ്ലിങ്ങളൂടെ 5 ലക്ഷം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കൂടി ഇനി ഓടേണ്ടി വരും ബംഗ്ലാദേശിൽ. അതെ, ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ ഇവർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മ്യാൻമറിൽ രഖൈൻ മേഖലയിൽ ഉള്ള റോഹിംഗ്യൻസിനെ അരാക്കൻ ആർമി ആക്രമിക്കുകയാണ്. അവരോടുകയാണ്. അവിടുത്തെ ബർമീസിൻ്റെ അവസാനത്തെ ഔട്ട് പോസ്റ്റും പിടിച്ചു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടുന്ന വിവരം, ബംഗ്ലാദേശ് അതിർത്തിയിലെ 270 കിലോമീറ്റർ ഇപ്പോൾ അരാക്കൻ ആർമിയുടെ കയ്യിലാണ്. അത് ഈ പറയുന്ന പോലെ ചിലരൊക്കെ പറഞ്ഞു അരാക്കൻ ആർമി മുസ്ലിമാണ് ഒക്കെയാണെന്ന് പറയും. അല്ല, അരാക്കൻ ആർമി ഒന്നാം തരം തേരാപാത ബുദ്ധമതക്കാരാണ്. ഈ രഖീനിലാണ്, രഖീൻ്റെ തലസ്ഥാനമാണ് സിത്വേ. ആ സിത്വയിലെ തുറമുഖം നമ്മുടെ കയ്യിലാണ്. അല്ല, വേറൊരു രസകരമായ തമാശയുണ്ട്, ഇതാരും പറയാത്ത കാര്യമാണ്. അപ്പോൾ ഈ സമീപകാലത്ത് മ്യാൻമറിൽ വലിയൊരു ഫ്ലഡ് ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഡിസംബർ 13 ഇന്ത്യ ഈ റഖീൻ മേഖല, അതായത് അരാക്കൻ ആർമിയൊക്കെ ഉള്ള ബുദ്ധമതക്കാർ അവരുടെ ഒരു സ്വയംഭരണ പ്രൊവിൻസ് പോലെ ആക്കിയിരിക്കുന്ന റഖൈൻ മേഖലയിലേക്ക് ഇന്ത്യ ഡിസംബർ 13 22 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ അയച്ചു കൊടുത്തു. അത് ഈ റഖൈൻ മേഖലയിൽ അരാക്കൻ ആർമിയുള്ള ഈ മേഖലയിൽ 2200 ടൺ മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളെത്തി. അത് 13 14, 15, 15 അരാക്കൻ ആർമി ബംഗ്ലാദേശിനെ ആക്രമിച്ചു. അത് രണ്ടും ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ആലോചിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ തെക്നാഫിൽ നിന്ന്, അതിർത്തിയിൽ നിന്ന് അബ്ദുൾ ഖുദ്ദൂസ് ഗിയാസുദ്ദീൻ്റെ റിപ്പോർട്ട്, അതായത് തെക്നാഫാണ് ഇപ്പോൾ അരാക്കൻ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലം. അതെ, അത് പിടിച്ചു. ബാങ്ഡോ ടൗൺ എന്നുള്ള ടൗണും പിടിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ പ്രോത്തോ മാലോ എന്ന് പറഞ്ഞ മാധ്യമത്തിന് വേണ്ടി അബ്ദുൾ ഖുദ്ദൂസ് ഗിയാസുദ്ദീൻ തെക്നാഫ് ബോർഡറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, 11 മാസത്തെ പോരാട്ടത്തിന് ശേഷം അരക്കൻ ആർമി റഖീൻ സ്റ്റേറ്റിലെ മോങ്ദോ ടൗൺഷിപ്പ് പിടിച്ചു കഴിഞ്ഞു. അതിർത്തി മുഴുവൻ 270 കിലോമീറ്ററും പിടിച്ചു കഴിഞ്ഞു. അവർ ഞായറാഴ്ച ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ അവസാനത്തെ ബോർഡർ ഗാർഡ് പോലീസ് ബറ്റാലിയൻസ് ഒക്കെ പിടിച്ചു കഴിഞ്ഞു. അതായത് അവസാനത്തെ ബോർഡർ പോസ്റ്റും ബംഗ്ലാദേശിൻ്റെ അത് അരക്കൻ ആർമി പിടിച്ചു കഴിഞ്ഞു. പിന്നെ മങ്ദോ അരക്കൻ ആർമിയുടെ നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രോഹിംഗ്യകളുടെ ഭാവി ഇരുളടഞ്ഞുപോയി. ഹിന്ദുക്കളെ കൊല്ലുമ്പോൾ ആലോചിക്കണമായിരുന്നു. അതെ, അതടഞ്ഞുപോയി. ചോദിക്കാൻ ഒരാൾ വരുമെന്ന്. 5 ലക്ഷം രോഹിംഗ്യകൾ റഖീൻ സ്റ്റേറ്റിലുണ്ട്. അവിടെയും അവർ ടെൻഷനിലാണ്. ഇത് റോഹിംഗ്യകൾ ഇനി
കൂടുതൽ ബംഗ്ലാദേശിൽ എത്തുന്നതിന് കാരണമാകും. അതോടെ ബംഗ്ലാദേശിന്റെ അവസ്ഥ ഇതിലും ഭീകരമായിട്ട് മാറും. ഭീകരമാവുമല്ലോ. പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഇത് പശ്ചിമ ബംഗാളിലേക്ക്, അസമിലേക്ക് നമ്മളെ ബാധിക്കും. പക്ഷേ അത് ബാധിക്കാതിരിക്കാനുള്ള ഇന്ത്യയുടെ കൂടെ ഇനി അത് ചെയ്യണം. ഇന്ത്യയുടെ കൂടെ അറിവോടുകൂടിയാണ് ഈ സംഭവമൊക്കെ നടക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ തന്നെ അതൊക്കെ ഒരു കൗണ്ടർ മെക്കാനിസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജമ്മുവിലൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടി വരും. ബംഗ്ലാദേശ് കോസ്റ്റ് ഗാർഡും ബോർഡർ ഗാർഡ് ബംഗ്ലാദേശും BGB അവര് നമ്മുടെ BSF പോലെയുള്ളതാണ് BGB. അതെ, അവര് ബന്ദർബാനിലും കോക്സ് ബസാറിലും കൂടുതൽ പട്രോൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാങ്ദോ പിടിച്ച ശേഷം അരക്കൻ ആർമി നാഫ് റിവറിലെ യാത്രകൾ നിരോധിച്ചു. അരക്കൻ ആർമിയുടെ കയ്യിലായി നാഫ് നദി. അതുകൊണ്ടാണല്ലോ അവിടെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഈ ട്രോളറുകൾ, പാസഞ്ചർ ട്രോളറുകൾ, ബോട്ടുകൾ, ഇപ്പോൾ സ്പീഡ് ബോട്ടുകൾ ഒന്നും തെക്കനാഫ് സെൻറ്റ് മാർട്ടിൻ വാട്ടർവേ അവിടെ ഓടുന്നില്ല. അല്ല, ഞാൻ നോക്കി നാഫ് നദിയെക്കുറിച്ച് നോക്കി. നദി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ നദി പോലെയല്ല, അത് ഭീമാകാരമായൊരു നദിയാണ്. ഒരുപാട് വെള്ളപ്പൊക്കം വരുന്ന സ്ഥലം. ഇപ്പോൾ ഇനി ടൂറിസ്റ്റുകൾക്ക് സെൻറ്റ് മാർട്ടിൻ ഐലൻഡിന് പോകണമെന്നുണ്ടെങ്കിൽ കോക്സ് ബസാറിലെ നുനിയാചാര ജെട്ടി അതുവഴി പോകണം. ഈ നാഫ് നദി വഴി പോകാൻ പറ്റില്ല. ഈ സെൻറ്റ് മാർട്ടിൻസ് ദ്വീപിലെ ഈ ഭക്ഷണം അത് ദൗർലഭ്യം നേരിടുകയാണ് ഇപ്പോൾ. അത് കട്ടായി. ഇനി അവിടെ എത്തിക്കാനായിട്ട് പറ്റില്ല. 5 ദിവസമാണ് ബാൻ ചെയ്തിരുന്നത്. പ്രധാനപ്പെട്ട കാര്യം സെൻറ്റ് മാർട്ടിൻ പറഞ്ഞപ്പോഴാണ്. സെൻറ്റ് മാർട്ടിൻ വളരെ തന്ത്രപ്രധാനമാണ്, അമേരിക്കയ്ക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ അരാക്കൻ അത് പിടിച്ചിട്ട് അമേരിക്കയ്ക്ക് കൊടുത്താൽ എന്ത് ചെയ്യും? അതെ, കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണത്. ആയിരിക്കാം. എന്നാൽ പോലും പക്ഷേ യൂനുസിന് പണി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു കാരണവശാലും അമേരിക്കക്ക് കൊടുക്കില്ല എന്നുള്ളതായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ നിലപാട്. മ്യാൻമാറിൽ നിന്നുള്ള ചരക്ക് കപ്പലുകൾ ബംഗ്ലാദേശിലേക്ക് തെക്കനാഫ് വഴി എത്താനും പറ്റില്ല. അപ്പം ബംഗ്ലാദേശും മ്യാൻമാറുമായിട്ടുള്ള കച്ചവടം അടഞ്ഞുപോയി. അതാണ്, ചരക്ക് കപ്പലുകൾക്ക് പോകാൻ പറ്റില്ല. 270 കിലോമീറ്റർ ബോർഡർ ഈ മങ്ദോ അതിപ്പോൾ അരാക്കൻ്റെ കയ്യിലാണ്. നാഫ് റിവറാണ് അതിനെ വേർതിരിക്കുന്നത്. അതായത് അതിർത്തിയിൽ പുഴ അതാണ് വേർതിരിക്കുന്നത്. ഈ പുഴ നാഫ് റിവർ ബന്ദർബാനിൽ നിന്ന് ഉക്കിയ വരെ, കോക്സ് ബസാറിലെ ഉക്കിയ വരെ ഉണ്ട്. അത് കഴിഞ്ഞ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഓപ്പോസിറ്റ് രക്കിൻ സ്റ്റേറ്റ് അവിടം വരെ ചെല്ലുന്നുണ്ട്. രോഹിംഗ്യകൾ നുഴഞ്ഞു കയറാതിരിക്കാൻ ബംഗ്ലാദേശ് 270 കിലോമീറ്റർ ബോർഡറിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നതാണ്. അത് പോയി. അപ്പോൾ ആ പ്രശ്നം വന്നു. പിന്നെ ബോർഡർ റിപ്പോർട്ടിൽ നിന്ന് വരുന്നത് ഇപ്പോൾ വെടിനിർത്തലിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മോർട്ടാർ ഷെല്ലിങ്ങും ഗ്രനേഡും സ്ഫോടനങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. അതിർത്തിയുടെ 2 വശത്തും അണീസ് ലിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശാന്തിയില്ല, സമാധാനം ഇല്ല. ഇപ്പോൾ നല്ല വെടിവെപ്പ് നടക്കുന്നുണ്ട്. 23 ഗ്രാമങ്ങൾ തെക്കനാഫ് അതിർത്തിയിൽ ലൗഡ് എക്സ്പ്ലോഷൻസ്, വലിയ സ്ഫോടനങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നെ തെക്കനാഫിലെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് വെടിയുണ്ടകൾ, സ്ട്രേ ബുള്ളറ്റ്സ് വന്ന് തറയ്ക്കുന്നുണ്ട്. വ്യാഴാഴ്ച രാവിലെ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ്, BGB, കോസ്റ്റ് ഗാർഡ് പട്രോളുകളൊക്കെ നാഫ് റിവർ ഭാഗത്ത് പോയിരുന്നു. പോയതൊക്കെ തിരിച്ചു വന്നറിയത്തില്ല. തെക്കനാഫ്, സബ്രംഗ്, ഷാപറീർ ദ്വീപ് ബോർഡർ ഏരിയകളിലൊക്കെ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് കോസ്റ്റ് ഗാർഡ് പട്രോൾസ് ഇതിനൊക്കെ ചെറുതായിട്ട് കണ്ടിരുന്നു എന്ന്, ഒറ്റയ്ക്കും തെറ്റയ്ക്കും കണ്ടിരുന്നു എന്ന് റെഫ്യൂജ് റിലീഫ് ആൻഡ് റിപ്പാട്രിയേഷൻ കമ്മീഷണർ ആൻഡ് അഡീഷണൽ സെക്രട്ടറി മുഹമ്മദ് മിസന്നൂർ റഹ്മാൻ പറഞ്ഞു. മ്യാൻമാറിലെ റക്കീൻ സ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചു വരികയാണ് എന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അല്ല, ഈ യൂനിസിന് മറ്റേ ആ കൂലിപ്പിള്ളേരില്ലേ, അവരെ അതിർത്തിയിലേക്ക് വിടായിരുന്നല്ലോ. അവർ ഭരണത്തിന്റെ ശീതളിമയിലല്ലേ, പരമസുഖല്ലേ. അപ്പോൾ ആമ്പിള്ളേർ വന്ന് 270 കിലോമീറ്റർ കൊണ്ടുപോയി. അത് കൊണ്ടുപോകും. അപ്പോൾ ബംഗ്ലാദേശ്
ഈ ഇൻഫിൽട്രേഷൻ പിന്നെ ഈ ഇതിൻ്റെ അകത്ത് വലിയ കാര്യമില്ല. അക്കോർഡിംഗ് ടു RRCC ഓഫീസ് 1.25 മില്യൺ റോഹിംഗ്യൻസ് ആർ കറൻ്റ്ലി രജിസ്റ്റേർഡ്. 33 ദുരിതാശ്വാസ ക്യാമ്പുകൾ ബംഗ്ലാദേശിലെ ഉക്കിയിലും തെക്കനാഫിലും ഉണ്ട്. അവിടെ 1.25 കോടി റോഹിംഗ്യ അഭയാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതവിടെ കിടക്കട്ടെ, നമുക്കതൊന്നും അറിയണ്ട, അതൊക്കെ അവരുടെ കാര്യം. അവർ റോഹിംഗ്യനാണെങ്കിലും ബംഗ്ലാദേശി മുസ്ലിമാണ്, എല്ലാ മുസ്ലിങ്ങളും അവർ ബ്രദർഹുഡാണ്, അവർ പറഞ്ഞു കേട്ടെ. നമുക്കറിയേണ്ടത് ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ, ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, ബുദ്ധമതക്കാരെ, ജൈന മതക്കാരെ, സിഖുകാരെയൊക്കെ കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂനിസിൻ്റെ സർക്കാരിൻ്റെ അനുഗ്രഹാശിസുകളോടെ ഈ ജമായത്തെ ഇസ്ലാമി ഭീകരർ. ഇപ്പോൾ അവർക്കൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ആ തിരിച്ചടി പതുക്കെ വ്യാപിച്ചു വരികയാണ്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഓരോ ദിവസവും എസ്കലേറ്റ് ചെയ്യുന്നു, കൂടുന്നുണ്ട്. ഇപ്പോൾ കുറേ പ്രദേശങ്ങളിൽ പോയി നാഫ് നദി പോയി എന്ന് പറയുന്നു, സെൻറ്റ് മാർട്ടിൻ ഐലൻഡിലേക്കുള്ള ജലമാർഗം കട്ട് ചെയ്തിരിക്കുന്നു, ഭക്ഷണമില്ല. പിന്നെ 270 കിലോമീറ്റർ അതിർത്തി പ്രദേശം കയ്യിൽ നിന്ന് പോയി. അവിടെ ബംഗ്ലാദേശ് ആർമിയില്ല, അവരിട്ട് റോഡിൽ നിന്നു, ആർമിയില്ല. ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ 13-ാം തീയതി നമ്മൾ അരി കൊടുത്തു അരാക്കൻ ബംഗ്ലാദേശിന് വെടി കൊടുത്തു. ഇതിൻ്റെ അകത്ത് ശരിക്കത് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ റക്കീനിലാണ് ഈ സിത്വേ പോർട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഏത് തുറമുഖവും ഡുവൽ യൂസാണ്. ഭക്ഷണം എത്തിക്കാൻ നമുക്ക്, ആയുധം എത്തിക്കാം. അതാണ് ആ ഭാഗം പറയണമെന്ന്. അതെ, അത് പറയാതിരിക്കുന്നത് റക്കീൻ നമ്മുടെ കയ്യിലാണ്. അരാക്കൻ ആർമിയുടെ ആസ്ഥാനമായ റക്കീൻ പ്രൊവിൻസിലാണ് നമ്മുടെ തുറമുഖം. ആ തുറമുഖമാണ് സിത്വേ. അവിടെ നമ്മുടെ തുറമുഖത്തുള്ള 2200 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ എത്തിയെന്നാണ് പറയുന്നത്. ഭക്ഷ്യധാന്യങ്ങൾ തന്നെയാണോ എത്തിയത് എന്നുകൂടെ ഒന്ന് ആലോചിച്ചാൽ മതി. ഏതായാലും എല്ലാം മുകളിൽ ഇരുന്ന ഒരാൾ കാണുന്നുണ്ട്. മാത്രമല്ല വേറൊന്ന്, ആ റക്കീൻ പ്രോവിൻസിൽ നിന്നുള്ള ഈ റോഹിംഗ്യകളാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആ സ്ഥലം ഇവിടെ കോൺഗ്രസ് മുക്തമാണെന്ന് BJP പറയുന്ന പോലെ അത് മുസ്ലിം മുക്തമാവുകയാണത്. ബാക്കിയുള്ളതിനെ കൂടെ പറഞ്ഞു വിടുകയാണ്. നീ എന്തൊക്കെയാണ് നിന്റെ ഭരണം വന്നല്ലോ, നീ ബംഗ്ലാദേശിൽ പൊക്കോ. അതെ, ബംഗ്ലാദേശിൽ പോയി അവിടെയൊക്കെ മറ്റേ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ കൂടെ നീ കഴിഞ്ഞോ. നീ അപ്പോൾ വേണമെങ്കിൽ സൗകര്യപ്പെടുമെങ്കിൽ അവിടെ പോയി ഹിന്ദുക്കളെയൊക്കെ ആക്രമിച്ചോ. ഏതായാലും ഞാൻ വീണ്ടും പറയും, 2200 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ പക്കലുള്ള തുറമുഖത്തിലൂടെ ഡിസംബർ 13-ാം തീയതി അവിടെ എത്തി. 15-ാം തീയതി അരാക്കൻ ആർമി തോക്കെടുത്ത്. എന്താണെന്ന് വെച്ചാൽ അരക്കൻ ആർമിക്കാർ നന്നായിട്ട് ഭക്ഷണം കഴിക്കണമെന്നും കൂടിയാണ്. അതെ, ഭക്ഷണം കഴിക്കണമെന്നും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ 15-ാം തീയതി 2 ദിവസം അവർ ഭക്ഷണം കഴിച്ചിട്ട് അവർ ബംഗ്ലാദേശിലേക്ക് കയറി അല്ലേ. അതെ, അപ്പോൾ നമുക്ക് റോയൊക്കെ വളരെ നല്ല ഓപ്പറേഷൻസ് മ്യാൻമറിലൊക്കെ നടത്തുന്നുണ്ട്. അതായത് വേറൊരു വഴിക്ക് വളഞ്ഞു പിടിക്കുകയാണ്. അതെ, കാരണം ഇത് നമ്മൾ നേരിട്ടല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിപ്പോൾ ബലൂചിസ്ഥാനായാലും കൊള്ളാം, പത്തുൺവ മറ്റേ പടിഞ്ഞാറൻ അതിർത്തി ഉണ്ടല്ലോ പാകിസ്ഥാൻ്റെ. പാകിസ്ഥാനിലെ 2 സ്ഥലം. പാകിസ്ഥാൻ പറയുന്നുണ്ട് ഇതിന് മുന്നിലെ റോയാണ്, ഇന്ത്യയാണ് ഈ ബലൂചിസ്ഥാനികൾക്ക് ആയുധം കൊടുക്കുന്നത്, BLAക്ക് ആയുധം കൊടുക്കുന്നത് ഇന്ത്യയാണെന്ന് അവർ പറയുന്നത്. അത് എന്ന് പാകിസ്ഥാൻ നമ്മൾ നിഷേധിച്ചിട്ടുണ്ട്. നമ്മളങ്ങനൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ചെയ്യില്ല. ഇതിനും നമുക്കറിയില്ല. അവർക്ക് വിശപ്പാണ്, വെള്ളപ്പൊക്കമാണ്. നമ്മൾ 2200 മെട്രിക് ടൺ അരി, കടല, ഗോതമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, ആകെ എനിക്കറിയാവുന്നത് തുറമുഖം എന്ന് പറയുന്നത് ഡുവൽ യൂസാണ്, എന്തും ഉപയോഗിക്കാം. ബാക്കി പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം, അതിന് നമുക്ക് ഉത്തരവാദിത്തമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.